അതി എന്ത് സംഭവിച്ചാലും വീടിന് പുറത്തേക്ക് ഇറങ്ങരുത്. ശരി, വരിക. കുട്ടേട്ടാ, 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 കുട്ടേട്ടാ. അതെ, അതെ, കുട്ടേട്ടാ, കുട്ടേട്ടാ. കൊച്ചമ്പ്രാൻ അംഗം ജയിച്ച് ഇപ്പം എത്തും തിരുമേനി. എന്നിട്ട് എവിടെയോ വിജയജ്യോതി? കൈവിളയ്ക്കാതെ കാര്യം നടന്ന അച്ഛനെ അറിയിക്കാൻ അക്കരെ നിന്ന് ടോർച്ച് തെളിയിക്കാന്ന് പറഞ്ഞാണല്ലോ ഗിരീഷൻ. ഇക്കണ്ട നേരമായിട്ട് തെളിഞ്ഞില്ലേ ആ ജ്യോതി? അത് ഇപ്പൊ തെളി കണ്ടോളൂ. തമ്പുരാനെ, പട്ടാഴി തിരുമേനിയല്ലേ അത്? ആദ്യമായിട്ടാ നെല്ലൂർ കുളത്തിൽ വീണ ഒരാൾ ജീവനോടെ. തമ്പുരാനെ, അയ്യോ കൊച്ചമ്പ്രാൻ, തമ്പുരാനെ എടുത്തോ മോനെ. ജയ, ജയ, ജയ. വിളിക്കണ്ട, വിളി കേൾക്കില്ല. മഹാഭാവി, എന്റെ മോനെ നീ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുണ്ണിയെ കഴുത്തറുത്ത് കൊന്നതുപോലെ ഈ ദുഷ്ടനെയും കുളത്തിലിട്ട് കഴുത്തറുത്ത് കൊന്നു മണിയൻകൂട്ട് സാവിത്രി. അങ്ങനെ വിശ്വസിക്കും, അതാണ് ശരി. നോണ, നീയാണ് കൊന്നത്. ആ കുറ്റം ഞാൻ ഏൽക്കണമെങ്കിൽ എന്റെ കുഞ്ഞുണ്ണിയെ കൊന്നത് ആരാണെന്ന് കാരണം അവര് പറയണം. സാവിത്രി? ചെമ്പ്രയിലെ ആ പഴങ്കഥ ഞാനായിട്ട് തിരുത്തുന്നില്ല. പക വീട്ടിയല്ലേ? പക വീട്ടാനുള്ളതാണ് മൂപ്പരെ. ഉച്ചയിൽ ഉപ്പോളം ബുദ്ധിയുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. എന്റെ ജീവനിൽ ഇടപെടരുത്. ഇതുകൊണ്ടൊന്നും തീരില്ല കാരണവരെ. എന്റെ കുഞ്ഞുണ്ണിയെ കൊന്നതിന്റെ കണക്ക് ഞാൻ ചോദിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒളിയുദ്ധത്തിന് വന്നവരിൽ ഒരാൾ കൂടെ നാളെ പൊങ്ങും. ചൂണ്ടക്കാരൻ വാസു. അപ്പൊ വിഷാരിയോ? മോനെ, മോനെ. ഇന്നലെ രാത്രി താനോട് ഉണ്ടായിരുന്നു സർ. എന്തൊക്കെയാണോ തന്റെ ലിമിറ്റിൽ നടക്കുന്നത്? സർ, മണിയൻകൂട്ടുകാർ പറയും പോലെ ഇത് പണ്ടേ അടിച്ച് നാമാവശേഷം കണ്ട കാലം കഴിഞ്ഞു. പക്ഷെ സമ്മതിക്കത്തില്ല. എവിടോ തന്റെ വാസ്തുശില്പി? അകത്തുണ്ട് സാറേ. ഇവനൊരു മുഷ്കന. ഞാൻ നേരത്തെ ചോദിച്ചപ്പോ ഭജനയിലോ ഭണ്ഡാരത്തിലോ ഇരിക്കുകയാണെന്ന ഈ കയ്യാളം പറഞ്ഞത്. ആദ്യം സാക്ഷി വിസ്താരം, പിന്നെ മതിയുടെ ഗുരുമുഖ ദർശനം. വാ അഗസ്റ്റിൻ, ഈ പട്ടേരി പയ്യനെ കൊണ്ടുപോ. സ്വാമി വാ. കരയണ്ട. ഇന്നലെ എന്താ ഇവിടെ സംഭവിച്ച കുട്ടിയെ? സത്യത്തിൽ ആർക്കാ കൈപ്പഴ പറ്റിയത്? രണ്ടാം സാക്ഷി മിത്ര കൊച്ചമ്മ എവിടെ? വെളുക്കുമ്പോ തന്നെ കുട്ടിയുടെ മിത്രടുത്തി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അനിയന്റെ കണ്ണിലുണ്ണിയെ ഞങ്ങൾക്ക് വിട്ടുതന്ന് വീട്ടുകാരിയെ സേഫാക്കി വിട്ടുവെന്ന് നാട്ടുകാരിനി പറയും. അരുതാത്തതൊന്നും പറയരുതേ. ഏട്ടത്തിക്ക് വിഷമം കൂടിയിട്ടാ പോയത്. മുതുകിൽ മാത്രമല്ല തലയ്ക്കും കുത്തിയിട്ടുണ്ട്, വലതു ചെവിയുടെ ഭാഗത്ത്. പിന്നിന്ന് മാത്രമല്ല കുത്തി വീഴ്ത്തിയത് അല്ലേ? അഗസ്റ്റിൻ, ബോഡി പുറത്തേക്ക് എടുത്തോളൂ. സർ. കാര്യങ്ങൾക്കൊക്കെ ക്ലാരിറ്റി ആവുന്നതുവരെ സംഗതികളൊന്നും സിമ്പിളായി എടുക്കണ്ട. യെസ് സർ.
അരുത്. ആ മുറി നിറയെ വവ്വാലുകളും നരിച്ചീരുകളുമാണ്. അതാരും തുറക്കാറില്ല. അനന്ത, SP തടയണ്ട. മിസ്റ്റർ SP, നെല്ലൂർ മനയിൽ ഒരു ശവം കൂടെ വീണ് കിടപ്പുണ്ട്. ശവമോ? ആരുടെ? ഇന്നലെ രാത്രി എന്നെ കൊല്ലാൻ വന്നവരുടെ കൂട്ടത്തിൽ ഒരുത്തൻ വഴിതെറ്റി കയറിയത് ആ മുറിയിലേക്കാണ്. തുറന്നു നോയിക്കോളൂ, അസ്ഥിവഞ്ചനമെങ്കിലും കാണും. അഗസ്റ്റിൻ, ജീവിക്കാൻ അർഹതയില്ലാത്തവരെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. നീചന്മാരുടെ മരണത്തിൽ സജ്ജനങ്ങൾ ദുഃഖിക്കാറില്ല. നിൽക്കണം. പട്ടാഴി തമ്പുരാനെ കണ്ട് കൈ തന്ന് സലാം പറഞ്ഞ് തിരിച്ചു പോകാനല്ല ഞാൻ വന്നത്. ഈ മരണത്തിലൊക്കെ നിങ്ങളുടെ കൈയില്ലേ? എനിക്ക് നിങ്ങളെ സംശയമുണ്ട്. സംശയിക്കണം സാർ. എല്ലാ സത്യാന്വേഷണങ്ങളുടെയും തുടക്കം സംശയത്തിൽ നിന്നാണ്. സംശയമല്ല, സത്യമാണ്. പ്രതികാരം ചെയ്യാൻ പട്ടാഴി മാധവൻ തുനിഞ്ഞിറങ്ങിയാൽ ആർക്കും തടുക്കാനാവില്ലെന്നറിയാം. ഇനി എത്ര ശവം കൂടി വീഴാനുണ്ട് ചമ്പ്രയിൽ? മീരാൻ സാഹിബ് വരണം. തുളസി, ഊണിന് ഏമാനുണ്ടാവും. ഇല്ല തമ്പുരാൻകുട്ടി, അത് പറ്റില്ല. ഇന്ന് SP ക്യാമ്പ് ഇവിടെ. ഇല്ലത്തെ ചോറ് ഞാൻ ഒരുപാട് ഉണ്ടിട്ടുള്ളതാ. പരിചയമില്ലാത്തവരുടെ മുമ്പിൽ വെച്ച് ഞാൻ തമ്പുരാൻകുട്ടിയോട് പരിചയക്കേട് കാണിച്ചു, പോലീസ് കളിച്ചു. തമ്പുരാൻകുട്ടി ക്ഷമിക്ക. ഇതിലൊന്നും ഒരു കാര്യമില്ല. സീസറിനുള്ളത് സീസറിന്, കാഫറിനുള്ളത് കാഫറിന്. കുപ്പായമിട്ടാൽ എല്ലാ മുഖവും ഒരുപോലെ കാണണം, അതാണ് ശരി. ആ കുട്ടിയോട് എന്ത് തരക്കാരെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഏത് തരക്കാരനാണോ ആ തരക്കാരായി വളരാനാണ് ഞാൻ അവരെ പഠിപ്പിച്ചത്. പിന്നെ SP എന്താ അറിയേണ്ടത്? എല്ലാം വിശദമായി പറഞ്ഞുതരാം. മുടിയഴിച്ചിട്ട് ആർത്ത് വിളിച്ച് കൂവുകയും ചിലപ്പോൾ മുത്തുമണി കിലുങ്ങുന്നത് പോലെ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന മണിയൻകൊട്ട് സാവിത്രിയുടെ ഉച്ചഭാഷണം. എന്താ അത്? ബാവൂരി മഹാറാണയുടെ ശില്പശാസ്ത്രത്തിൽ ഇതിന് പഞ്ചയന്ത്രം എന്ന് പറയും. പഞ്ചഭൂതങ്ങളെ പ്രീതിക്ക് വേണ്ടി ഭവനങ്ങളിൽ സ്ഥാപിക്കേണ്ട യന്ത്രം. ആരുമറിയാതെ യന്ത്രത്തിന്റെ വായിൽ ഉളിയന്നൂർ തച്ചൻ ഒരു ജാലവിദ്യ ഒളിപ്പിച്ചു വെച്ചു. ഒരു പുല്ലാങ്കുഴൽ. രാപ്പകൽ പാലക്കാടൻ കാറ്റിരമ്പ് വീശും ചെമ്പ്രഭൂമിയിൽ. അപ്പോൾ കുഴല് കൂകി വിളിച്ചുകൊണ്ടേയിരിക്കും. അതാണ് യക്ഷിഗർജനമായി ഇക്കണ്ട കാലം അത്രയും നെല്ലൂർ മനയിൽ മുഴങ്ങിക്കേട്ടത്. ആ വിദ്യ ഉളിയന്നൂർ കൗടില്യത്തിന്റെ മറ്റൊരു സ്മാരകം. ഉളിയെറിഞ്ഞ് ഞാൻ അരിഞ്ഞു വീഴ്ത്തിയത് സാവിത്രിയുടെ നാവല്ല, തച്ചുശാസ്ത്രത്തിലെ ഒരു അമരധ്വജന്റെ മഹാസിദ്ധിയെയാണ്. തമ്പുരാൻകുട്ടി തന്നെ പറയും. കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ട കേസ് ഡയറിയിൽ കൊല ചെയ്തത് മണിയൻകോട്ട് പ്രേതമാണെന്ന് എങ്ങനെ എഴുതി വെക്കും ഞാൻ? ആര് വിശ്വസിക്കും? ഈ പൊട്ടക്കുളത്തിൽ മുങ്ങിച്ചെത്തവന്റെ ശവം ചെമ്പ്രപ്പുഴയിൽ എങ്ങനെയാ പൊങ്ങുക? അസംബന്ധം. അസംഭവ്യമായി ഈ ഭൂമിയിൽ ഒന്നുമില്ല. നെല്ലൂർ മഠം പണിതത് വടക്കൻ തച്ചുശാസ്ത്രത്തിന്റെ കർമാധികാരിയായ ഉളിയന്നൂർ തച്ചനാണ്. ഇതിൽ ആര് വീണാലും അവന്റെ ജഡം പുഴയിലേ പൊങ്ങൂ. ഒരു പോലീസുകാരനും അതിൽ സന്ദേഹം വേണ്ട. എന്നുവെച്ചാ അളവ് തെറ്റിപ്പണിയിച്ച അരക്കില്ലമാണ് നെല്ലൂർ മന. ഇത് കുളമല്ല, കിണറാണ്. ഇതിനുള്ളിൽ അകവളവും ഉൾക്കുഴിവുമുള്ള ഒരു ജലനാളി തീർത്തു വെച്ചിട്ടുണ്ട്. കൈമിടിക്കുള്ള ആ മഹാതച്ചൻ. ആ സൂത്രപ്പണി അറിയാതെ ഇവിടെ കാൽ വയ്ക്കുന്നവൻ ആരായാലും ശരി, പതിക്കുന്നത് പടികുഴിയിലേക്കാവും. അന്ന് ഗിരീശൻ ചവിട്ടി വീഴ്ത്തിയപ്പോ ഞാൻ നേരിൽ കണ്ടതാണ് കുളത്തിന്റെ അടിത്തട്ടിലെ വിസ്മയലോകം. കണ്ടാൽ കുളം, ഉള്ളിൽ 140 കോൽ ആഴമുള്ള കിണർ, കുളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു ജലപാതം, ഏകദേശം 200 മീറ്റർ നീളമുള്ള ഒരു ടണൽ. നെല്ലൂർക്കാരനവരും എന്റെ അച്ഛനും കുഞ്ഞുണ്ണിയും ഈ ടണലിൽ കിടന്നാണ് ശ്വാസം മുട്ടി മരിച്ചത്. കിണറിനുള്ളിലെ വായുമർദ്ദം കാരണം വീഴുന്നവൻ നിലകിട്ടാത്ത ആഴത്തിലേക്ക് ആണ്ടുപോകും. കൊണ്ടുപോകുന്നത് നീർമർദ്ദയും സാവിത്രിയുമൊന്നുമല്ല, സാക്ഷാൽ ഭൂഗുരുത്വം. അരനാഴിക നീളമുള്ള നാളിയുടെ അങ്ങേയറ്റം കെട്ടിയിരിക്കുന്നത് ചെമ്പ്രപ്പുഴയുടെ നെഞ്ചിലും. കുളത്തിൽ വീണവന്റെ ശവം ഏറ്റത്തിൽ ഒഴുകി പിന്നെ പൊങ്ങുന്നത് പുഴയിലായിരിക്കും.
എന്താ പരീക്ഷിച്ചു നോക്കിയാലേ വിശ്വാസം വരുന്നുണ്ടോ മീരാൻ? പണിതവനേക്കാൾ മിടുക്കനല്ലേ അടിച്ചു പണിത എന്റെ ചങ്ങാതി. പ്രൊഫസർ പട്ടാഴി മാധവൻ നമ്പൂതിരി പറഞ്ഞതൊക്കെ എനിക്ക് വിശ്വാസം. സൂരി അവിടെ നിക്ക. കാലപുരിക്കുമ്പോ ധൈര്യം ഉണ്ടാച്ചാ ഇറങ്ങി വാടാ തിരുമേനെ. കുട്ടാ ഇനി നിന്റെ തിലോദകം കഴിഞ്ഞിട്ടാ ഞാൻ കുളിക്കോ? തിരിച്ചു പോവില്ല ചെമ്പരെന്ന് നീയും നിന്റെ സേവകരും ജീവനോടെ ചൂടുവല്ലാത്ത നീ. കുഞ്ഞുണ്ണിയേട്ടൻ എന്ന ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിട്ടില്ല നിനക്ക്. ആ അടിക്ക് നിന്റെ ആസനം മാത്രമേ പോയിട്ടുള്ളൂ. ഗുരുവിന്റെ അടിക്ക് നിന്റെ തല തെറിക്കും. ചാവണോടാ നിനക്ക്. അനന്ത വിട്, ഈ തിരുവങ്കനെ ഞാൻ പറഞ്ഞു വിട്ടോളാം. ഈ മുറ്റത്ത് നിന്റെ ഒച്ച ഇനി പൊങ്ങരുത്. ഇറങ്ങി പൊക്കോണ ഈ നിമിഷം. പട്ടാഴി തിരുമേനിയുടെ മുമ്പില് പിച്ച വെച്ച് നടക്കുന്ന മകനെ അയച്ച മൂപ്പിലാനുണ്ടല്ലോ നിന്റെ അച്ഛൻ, അയാളെയാണ് എനിക്ക് കാണേണ്ടത്. ഉപദേശിച്ച് പദം വരത്തേണ്ട പ്രായം കഴിഞ്ഞുപോയി മൂർഖന്. താൻ എന്റെ അച്ഛനിട്ട് എന്നെ കുത്തിയല്ലേ? ഇക്കണ്ട കാലം എന്റെ അച്ഛൻ താലി കയറ്റി വെച്ച് കൊണ്ട് നടന്നിരുന്നത് മനസ്സിലായില്ലേ? പട്ടാളി തമ്പുരാന്റെ ഗുലാനെ തന്നെയാ സൽക്കാരത്തിന് വിളിച്ചപ്പോഴൊക്കെ ഞാൻ ഓടി വന്നത് മേലടുക്കളയിലെ രുചി നുണയാനല്ല, മണിയൻകോട്ട ആയുധപ്പുരയുടെ ശേഷി അളക്കാനാ. അതും പട്ടാഴി എന്ന് പറഞ്ഞിട്ട്. അതാ കഥയുടെ ഗുളിക ചുരുക്കം. അതല്ല, തന്തയും മക്കളും പൊരുതാൻ നിന്നാൽ അന്യം നിന്നുപോവും മണിയൻകോട്ട് ഗോത്രം. കളി മാധവനോടാ. 108 മർമ്മങ്ങളും കെട്ടുപോയ വെറും ഉടലാണ് നീ. ഇനി ഒരിക്കലും നിന്റെ വാക്കും നോക്കും നേരെ നിൽക്കില്ല. അതുകൊണ്ട് ശിഷ്ടകാലം ഇതുപോലെ ചത്തു ജീവിക്കും. അതാണ് നിനക്കുള്ള ശിക്ഷ. പൊയ്ക്കോളൂ. പോടാ. പേടിക്കാൻ തന്നെയാണ് പേടിപ്പിച്ചത്. ഇയാള് ബലിച്ചോറോ പടച്ചോറോ എന്ത് വേണോ ആയിക്കോ, പക്ഷെ എന്റെ ചോറിൽ പാറ്റയിടരുത്. എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പുലിവേട്ടക്കാരൻ ആടിനെ വളർത്തുന്നത് പാല് കുടിക്കാനാ? അല്ലല്ല, പുലിയെ പിടിക്കാനാ. ഇയാളെ കാട്ടി യക്ഷി ക്ഷണിച്ചാൽ യക്ഷി വരും. ഇയാളെ തിന്നാലെന്ന് യക്ഷിയുടെ വിശപ്പ് മാറില്ല. അടുത്തൂരുള്ള ഞാനായിരിക്കും. എന്താ അവിടെ? ഓരോരോ മന്ത്രങ്ങൾ പറഞ്ഞു പഠിപ്പിക്കായിരുന്നു ഞാൻ. ഒന്നുകിൽ പറഞ്ഞത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കിയത് പറയുക. ഓ, കുട്ടിയെ വെറുതെ പേടിപ്പിക്കാതെ. കുട്ടിയെ പേടിപ്പിച്ചല്ലേ ഉള്ളൂ, അല്ലാതെ പീഡിപ്പിച്ചൊന്നുമില്ലല്ലോ. എന്താ, ഭയമുണ്ടോ? എനിക്കൊരു ഭയമില്ല. ഭയം വേണം. ഇതുപോലൊരു തൃക്കാർത്തിക രാത്രിയിലാണ് നെല്ലൂർക്കാരനവർ കൊല്ലപ്പെട്ടത്. വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അച്ഛൻ ഹരിനാരായണൻ മരിച്ചതും ഇതേ ദിവസ. ഇനി നിന്റെ ഊഴ വാങ്ങിക്കോളൂ. നിന്റെ കയ്യിൽ നിന്ന് തെളിയട്ടെ ഇവിടെ മുഴുവൻ ലക്ഷം ദീപങ്ങൾ.
തുളസി, കുട്ടേട്ടൻ എവിടെ? അത്താഴ പൂജ കൂടി കഴിഞ്ഞേ വരും. ജപിക്കാനിരിക്കുമ്പോ ഈ ഭസ്മം തൊടാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ട് വരാം. ശരി. ആരാ? 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 ആരാ വിളക്ക് കെടുത്തിയത്? എനിക്ക് വേണ്ടത് ബുദ്ധിയുറക്കാൻ ഇപ്പോഴും സാരസ്വതം സേവിച്ചുകൊണ്ടിരിക്കുന്ന പരികർമ്മി കുട്ടികളെയല്ല. അതറിയില്ലേ നിനക്ക്? എവിടെയവൻ? നിന്റെയൊക്കെ വാദ്യാർ എനിക്കൊന്ന് കാണണവനെ ഇങ്ങോട്ട് വിളിക്കുക. ഗിരീശനല്ല, താത്രി. ഞാൻ ആവാഹിച്ചു വരുത്തിയ മണിയങ്കോട്ടെ താത്രി, സാവിത്രി എന്ന രക്തരാക്ഷസ്. ഗിരീശ! അയ്യോ, മാധവേട്ടനോ? ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. ഞാൻ ഇവരോട് പറയായിരുന്നു മാധവേട്ടൻ എന്റെ ശത്രു അല്ലാന്ന്. അല്ല, അതാണ് സത്യം. മിത്ര എന്റെ പെങ്ങളല്ലേ, അവളുടെ ദൈവമല്ലേ മാധവേട്ടൻ. പട്ടാഴി മാധവൻ എന്റെ അളിയനാന്ന് പറയുന്നതിൽ എനിക്കെന്നും അന്തസ്സാ. ഇരുമ്പാണിത്തുമ്പിൽ നീ എന്നെ ആവാഹിച്ച് നാടുകടത്താമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം നമോ നമഃ. പിന്നെയൊന്നും പുലയോട് പുലയായിരിക്കും നിന്റെ അമ്മയ്ക്ക്. പട്ടായുടെ ആണിക്കലൂരി ഞാൻ. മാധവേട്ടൻ എന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ഇവിടെ വന്ന് നിങ്ങളെ കൊണ്ടൊരു സങ്കടം പറയാൻ വന്നതാ. പട്ടാഴിയിലെ പൊന്നുംകുടത്തിന് ഇനി എന്തിനാ ചെമ്പ്രയിൽ ഒരു പൊട്ട്? ഈ വീട് എനിക്ക് വിട്ടുതാ മാധവേട്ട. പട്ടാഴിയിലെ കർണനോടല്ലേ ഞാൻ എന്റെ ആഗ്രഹം പറയുന്നത്. സാധിച്ചു തരണം. കൊതിച്ചുപോയി. എന്റെ കുട്ടിയെ
തോൽപ്പിച്ച ആരാണെന്ന് കേൾക്കണോ? പട്ടാഴി കുഞ്ഞുണ്ണി. എവിടെയും അവനെന്റെ ഗിരിയെ വെട്ടി. അവനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കുളത്തിൽ ചവിട്ടി താഴ്ത്തി കൊന്നു. ആത്മാവും ശരീരവും വേർപെടുത്തി ഈ ഞാൻ മണിയൻകോട്ടു സാവിത്രി. അതിന് പകരം ചോദിക്കാമെന്ന് നിനക്ക് ഞാൻ വെളിപ്പെട്ടു. ആദികേശവനെ കൊന്ന് ലക്ഷണം കാണിച്ചു. മനസ്സിലായോ നിനക്കെന്റെ ശക്തി? ഇനി എനിക്ക് വേണ്ടത് ഇവളെയാണ്. ഇവൾക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് ഈ കണ്ട കാലം വരേക്കും. അക്ഷരലക്ഷം മന്ത്രങ്ങൾ ഉരുവിട്ട് മന്ത്രസിദ്ധി കൈവന്ന മാധവേട്ടൻ ആവാഹിച്ചാൽ സാവിത്രിക്ക് വരേണ്ടി വരും. കൊല്ലരുത് പാവത്തിന്. കുട്ടിക്കാലം മുതലേ എന്റെ ജീവനാ സാവിത്രി. ഇനി ഞങ്ങളെ വേർപെടുത്താൻ പറ്റില്ലാർക്കും. നിശ്ചയിച്ചുറപ്പിച്ച തീരുമാനമാണോ? സംശയം വേണ്ടടാ നായേ. ശക്തിയുണ്ടെ തടയടാതി എന്നെ. Namaste.
ക്രൂരൻ മാത്രമല്ല, പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ഒരു രോഗി കൂടിയാണ് നീ. നെല്ലൂർ മനയിൽ ഞാൻ കാലുകുത്തിയ ദിവസം, നിന്റെ നെഞ്ചിൽ ഞാൻ കാലുവെച്ച നിമിഷം, അന്നെനിക്ക് മനസ്സിലായി ഗിരീഷ, ചങ്ങല പൊട്ടിച്ച രോഗിയും ചങ്ങലക്കിടേണ്ട ക്രൂരതയും നീയാണെന്ന്. കുടിപ്പകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ഇതൊരു മനുഷ്യാലയമാക്കി മാറ്റാമെന്ന് ഞാൻ തുളസിക്ക് വാക്കുകൊടുത്തു പോയി. ഇനി മുതൽ അവൾ ഇവിടെ താമസിക്കും. അതിനു മുമ്പ് നിന്നിലുള്ള സാവിത്രി മരിക്കണം. ആ മരണം നിനക്ക് രോഗങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുള്ള ശിക്ഷകളിൽ നിന്നുമുള്ള മോചനമാണ്. ഹിംസ ദുഷ്ടനിഗ്രഹത്തിനാണെങ്കിൽ അത് ധർമ്മമാണ്, മനുഷ്യധർമ്മം. പറിച്ചെടുക്കുകയാണ് ഞാൻ അവിടെ. ഇല്ല, ഞാൻ വാങ്ങില്ല. എല്ലാം ഒഴിഞ്ഞു പോയെന്ന് വിചാരിച്ചപ്പോ വീണ്ടും അടുത്ത ടീം എത്തിയ. നിർബന്ധിക്കരുത്. വേണ്ട, എനിക്ക് വീട് വേണ്ട. ഞാൻ പട്ടാടിക്ക് വരിക. അച്ഛാ, ഇവരോട് പറയും ഇവിടുന്ന് പോരുതെന്ന്. എനിക്ക് വേണ്ട ഈ വീട്. അലോഷ്യം വേണ്ട. ആദ്യം നീ കുട്ടന്റെ താക്കോലങ്ങ് വാങ്ങിക്ക. സ്വത്ത് കണ്ടപ്പോ അച്ഛന്റെ കണ്ണ് മഞ്ഞളിച്ചൂല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കിതൊന്നും വേണ്ടെന്ന്. ഈ ഇല്ലത്തെ പൂച്ചയ്ക്ക് ബോധമുണ്ട്, പക്ഷേ ബുദ്ധിയില്ല. നീയല്ലാതെ പിന്നെ ആരാ ഈ വീടിന്റെ ഉടയോൾ? നിയമാനുസരണം ഇക്കണ്ട സ്വത്തിന്റെയൊക്കെ ഉടയത്തം നിനക്കായിപ്പോ. കോടീശ്വരിയാ നീ. നെല്ലൂർ മന പഴയ ഇരുട്ട് ബാധിച്ച അരക്കില്ലമല്ല, മനുഷ്യർക്ക് പാർക്കാൻ വേണ്ടുന്ന ലക്ഷണമൊത്ത പ്രകാശമുള്ള താമസിക്കാൻ കൊള്ളാവുന്ന ഒരു പാർപ്പിടമാക്കി മാറ്റി. അതായിരുന്നു നീയും ഞാനും തമ്മിലുള്ള വാക്ക്. ജന്മം മുഴുവൻ നിന്നോടൊപ്പം സ്നേഹവാത്സല്യത്തോടെ ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവനാണ് എന്റെ ഉണ്ണി. ഉണ്ണിയേട്ടൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച ഭവനായത്. അപ്പോ നീയും ഉണ്ടാവണം ഇവിടെ. നാളെ നെല്ലൂർ ഹരിനാരായണന്റെ സന്തതി പരമ്പരകൾ ഈ മുറ്റത്ത് കളിച്ചു വളരണം. ഇത് കുട്ടേട്ടന്റെ ആശയല്ല, വാശിയാണ്. എല്ലാരും പോകാനുള്ള പരിപാടിയാ. ഇത് തന്നെ അവസരം. ഇനി ഒട്ടും സമയം കളയണ്ട, നമുക്ക് വേഗം പോകാം. വരട്ടെ. ഇനി ആര് വരാൻ? ശാരണി മാമേ, പൊട്ടിയെ ഓട് മാറ്റാനും ഒരു കൊളുത്തുറപ്പിക്കാനും ഒക്കെ ഇവൻ ധാരാളം മതി. അതിലൊക്കെ ഇവൻ കേമന. അതുകൊണ്ട് ശാരണി മാമയ്ക്ക് ഒരു കയ്യാളായിട്ട് ഇവൻ ഇവിടെ നിൽക്കട്ടെ. അയ്യോ എന്ന് പറഞ്ഞ ഞാൻ ശപസൂര്യശോഭയിൽ തെളിയുന്ന ദ്രോണ, നക്ഷത്ര കോടികൾ കഥിപനാം ദ്രോണ, ഉദയത്തിലോംകാര ശംഖമാം ദ്രോണ, ശരമാരിയാൽ ശിവനെ അർച്ചിച്ച ദ്രോണ. ദ്രോണ